വെൽക്കം. റഹ്മാനാണ്. ഈ വീഡിയോ ആന്റി റിട്രോ വൈറൽ മരുന്നുകളെ കുറിച്ചിട്ടാണ്. HIV-ക്കെതിരെ, എയ്ഡ്സിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. ഒറ്റയടിക്ക് ഈ വീഡിയോയിൽ എല്ലാ മരുന്നുകളെ കുറിച്ച് അങ്ങ് പറഞ്ഞു പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിട്ടുപോകാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്തി പറഞ്ഞു പോകാം. ആൻഡ് പിന്നീട് നമ്മൾ ഇതിന്റെ ഏറ്റവും പുതിയ മരുന്നുകളെ കുറിച്ചിട്ടും നമ്മൾ പറയും. സോ ലേറ്റസ്റ്റ് മരുന്നുകൾ ഉൾപ്പെടെ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യാം. HIV വൈറസ് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ പോസിറ്റീവ് സെൻസ് എന്നാണ് പറയാം. പോസിറ്റീവ് സെൻസ് സിംഗിൾ സ്ട്രാൻഡ് RNA വൈറസ് ആണ് സംഭവം. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നേരിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഇതുപോലെ 2 കോപ്പീസ് ഉണ്ട്. ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളതാണ് HIV വൈറസ്. നമ്മളെന്ന് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ആൻഡ് ഇതാണ് അതിന്റെ P24 ക്യാപ്സിഡ് എന്നാണ് ഇതിനെ പറയാം. P24 ക്യാപ്സ്. സോ ഇതിനകത്താണ് ഈ സംഭവം ഇങ്ങനെ ഇരിക്കുക. ആൻഡ് ഇതിന് ചുറ്റും ഒരു എൻവലപ്പ് ഉണ്ട്. നമുക്കതിനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ എൻവലപ്പ്, അതിനെ നമ്മൾ P17 മാട്രിക്സ് എൻവലപ്പ് ആണ് ഇത്. ആൻഡ് ഇതിന് ചുറ്റും ഒരു വൈറൽ എൻവലപ്പ് കൂടി, ഫൈനൽ കവറിങ് ഇതാണെന്ന് കൂട്ടിയാൽ. ആൻഡ് ഈ വൈറൽ എൻവലപ്പിലുള്ള ഒരു പ്രോട്ടീൻ ആണ്. നമുക്ക് തൽക്കാലം അതിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ദാറ്റ് ഈസ് GP120 എന്നാണ് ഇതിന്റെ പേര്. ആൻഡ് ഈ പ്രോട്ടീനോട് ചേർന്ന് വേറൊരു പ്രോട്ടീൻ കൂടി ഉണ്ട്. ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ GP41, GP41. സോ ഇതാണ്, ഈ പ്രോട്ടീനാണ് നമ്മുടെ സെല്ലുകളിൽ ഒട്ടിച്ചേരാനായിട്ട് വൈറസിനെ സഹായിക്കുന്നത്. GP120 ആൻഡ് GP41 ആണ്. HIV വൈറസ് ഇതാണ്. അപ്പോൾ ഇത് ഒട്ടിച്ചേരുന്നത് നമ്മുടെ സെല്ലുകളിലാണ്. നമ്മുടെ സെല്ലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാനൊരു സെൽ വരയ്ക്കാം. ആൻഡ് ഇത് ഈ CD4+ എന്ന് പറയുന്ന CD4+ എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ ഉള്ള സെല്ലുകളാണ് 4. ആൻഡ് ഇതിൽ ഏറ്റവും പ്രധാനം ഏതാണെന്ന് വെച്ചാൽ CD4+ T ലിംഫോസൈറ്റ്സ് ആണ്. T ലിംഫോസൈറ്റ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. ദെൻ മോണോസൈറ്റ്സ്, മാക്രോഫേജസ്, ഡെൻഡ്രൈറ്റിക് സെൽസ്, അങ്ങനെയൊക്കെയുള്ള CD4 പോസിറ്റീവ് ആന്റിജൻ ഉള്ള ഈ പ്രോട്ടീൻ ഉള്ള എല്ലാത്തിനെയും ഇത് ആക്രമിക്കും. ഇതുകൊണ്ടാണ് HIV ഡേഞ്ചറസ് ആവുന്നത്. കാരണം ഇതാണ് നമ്മുടെ ഇമ്മ്യൂണോ സെൽസ്, നമ്മുടെ പ്രതിരോധ ശേഷി ഉള്ള സെല്ലുകൾ നേടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സെല്ലുകളാണ് ഇത്. അതിനെയാണ് ഇത് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. സോ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് എല്ലാം പിടിപെടാൻ കാരണമാവുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇത് ആക്രമിക്കുന്നത് നമ്മുടെ പ്രതിരോധ കോശങ്ങളെയാണ് എന്നതുകൊണ്ടാണ്. ഇനി HIV 2 തരമുണ്ട്. HIV-1 ഉണ്ട്, ദെൻ HIV-2 ഉണ്ട്. ഇന്ത്യയിൽ HIV-2 ആണ് കൂടുതൽ, വെസ്റ്റേൺ ആഫ്രിക്കയിലും HIV-2 ആണ് കൂടുതൽ, യൂറോപ്പ് മറ്റ് ഭാഗങ്ങളിലൊക്കെ HIV-1 ആണ് കൂടുതൽ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. ഞാൻ കുറച്ചും കൂടി വൃത്തിയായിട്ടൊന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വൈറസിന് അപ്പോൾ മനുഷ്യനെ സെല്ലുകളെ ആക്രമിക്കണമെങ്കിൽ അവയുടെ GP120 നമ്മുടെ വെളുത്ത രക്താണുക്കളിലെ CD4+ വന്ന് ഒട്ടിച്ചേരണം. CD4+ ആന്റിജനിൽ വന്ന് ഒട്ടിച്ചേരണം. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് മരുന്ന്, ആദ്യത്തെ മരുന്ന് വന്ന് ഒട്ടിച്ചേരുന്നത് ഇവിടെയാണ്. ഇവിടെ വന്ന് ആ മരുന്ന് അങ്ങോട്ട് ഒട്ടിച്ചേരുകയാണ്. ആ മരുന്ന് മോണോക്ലോണൽ ആന്റിബോഡിയാണ്. CD4 തടയുന്ന മരുന്നാണ്. സോ വൈറൽ GP120ക്ക് ഇതിന് വന്ന് ഇവിടെ ഒട്ടിച്ചേരാൻ പറ്റാതെ ആകുന്നു. മരുന്ന് ഒരു മോണോക്ലോണൽ ആന്റിബോഡിയാണെന്ന് ഞാൻ പറഞ്ഞു. മരുന്നിന്റെ പേര് ഇബാലിസുമാബ് ആണ്. ലി എന്ന് പറയുമ്പോൾ തന്നെ ബ്ലഡിൽ വർക്ക് ചെയ്യുന്ന മരുന്നാണ് എന്ന് മനസ്സിലാക്കാം. സോ ഇബാലിസുമാബ് ഇസ് എ CD4 ബ്ലോക്കർ ആണ്. ആൻഡ് ഈ മരുന്ന് IV ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ മരുന്ന്. ഇനി വൈറസിന്റെ GP120 വന്ന് നമ്മുടെ ഇവിടെ ഒട്ടിച്ചേരുകയെന്ന് വിചാരിക്കും. CD4 ഒട്ടിച്ചേരുന്ന അത് ഫ്യൂഷൻ നടക്കണമെങ്കിൽ ഈ GP41 കൂടി ഇവിടെ വന്ന് ഒട്ടിച്ചേരണം. സോ ഈ വൈറസിന്റെ GP41 പോയി ഒട്ടിച്ചേരുന്ന ഒരു മരുന്ന് നമുക്കുണ്ട്. ഈ മരുന്നിന്റെ പേരാണ് എൻഫുവിർടൈഡ് എന്നാണ് ഈ മരുന്നിന്റെ പേര്, എൻഫുവിർടൈഡ്. സോ ഇത് വൈറൽ GP41 ഒട്ടിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നാണ്. ഇത് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ CD4 ഇവിടെ ചേർന്നിട്ട് അതിനുശേഷം ഒട്ടിച്ചേരലില്ല, ഫ്യൂഷൻ ഓഫ് സെല്ലാണ് തടയുക. സോ ഫ്യൂഷൻ തടയുന്ന മരുന്നാണ്. സോ ഫ്യൂഷൻ ഇൻഹിബിറ്റർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. N മീൻസ് എൻവലപ്പ്, വൈറൽ എൻവലപ്പ് എന്നാണ് അർത്ഥം. ആൻഡ് FU നമുക്ക് മനസ്സിലായ ഫ്യൂഷൻ എന്നാണ്. വിർ മീൻസ് വൈറസ് ആണ്. ടൈഡ് എന്ന് പറഞ്ഞാൽ ടൈഡ് മീൻസ് പ്രോട്ടീൻ ഡ്രഗ് ആണ്. സോ ഇറ്റ്സ് എ പെപ്റ്റൈഡ് ആണ്. സോ പ്രോട്ടീൻ ഡ്രഗ് നമുക്ക് ഗുളികയായിട്ട് കൊടുക്കാൻ പറ്റില്ല. വി ക്യാൻ ഗിവ് ഓൺലി ആസ് ഇഞ്ചക്ഷൻ. സോ വി ഗിവ് എ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആയിട്ട് വേണം നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മരുന്ന്. സോ ഇറ്റ്സ് എ ഫ്യൂഷൻ ഇൻഹിബിറ്റർ. ആൻഡ് ഈ മരുന്ന് ഒരു ആഡ് ഓൺ ഡ്രഗ് ആണ്. നോട്ട് എ ഫസ്റ്റ് ലൈൻ ഡ്രഗ് അല്ല, സെക്കൻഡ് ലൈൻ ഡ്രഗ് ആണ്. ഈ മരുന്നിന്റെ ഒരു പ്രത്യേകത HIV-1 മാത്രമേ ഫലമുള്ളൂ, HIV-2 ഫലമില്ല. ആൻഡ് ഇഞ്ചക്ഷൻ ആണ്. സോ പ്രധാനപ്പെട്ട പ്രശ്നം ഇഞ്ചക്ഷൻ സൈറ്റ് പ്രശ്നങ്ങളാണ്. നോഡ്യൂൾസ് ഓർ സിസ്റ്റുകൾ ആ കുത്തിവെക്കുന്ന സ്ഥലത്ത് സബ്ക്യൂട്ടേനിയസ് ആണല്ലോ ഉണ്ടാകാം. ഇനി GP120 GP41 ഇവിടെ ഒട്ടിച്ചേർന്നു എന്നങ്ങ് കരുതുക. ഇത് ഒട്ടിച്ചേർന്നാൽ മാത്രം പോരാ. വൈറസിന് അകത്തേക്ക് കടന്നു പോകണമെങ്കിൽ
മറ്റ് 2 പ്രോട്ടീനുകൾ കൂടി നമ്മുടെ സെല്ലിൽ ഇവിടെ വന്ന് ഒട്ടിച്ചേരണം. അതിനെ നമ്മൾ വിളിക്കുക കോ റിസപ്റ്റേഴ്സ് എന്നാണ്. സോ ഇത് പ്രധാനപ്പെട്ട റിസപ്റ്റർ ആണെങ്കിൽ ഇത് പറയാൻ പോകുന്നത് കോ റിസപ്റ്റേഴ്സ് ആണ്. 2 തരമുണ്ട്. ഒന്ന് ഞാൻ ഇവിടെ വരയ്ക്കാം, അതിന്റെ പേര് CCR5 ആണ്. ആൻഡ് വേറൊരെണ്ണം ഞാൻ താഴ്ത്ത് വരയ്ക്കാം, അതിന്റെ പേര് CXCR4 ആണ്. ഇതിൽ CCR5 ഇതാണ് ആദ്യമായിട്ട് ഒരു സെല്ലിനെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വൈറസ് വന്ന് കയറുമ്പോൾ ആദ്യമായിട്ട് ആക്രമിക്കുന്ന എല്ലാം CCR4. ഇത് ദീർഘനാൾ നമ്മുടെ ശരീരത്തിൽ ഇരുന്നിട്ട് ശക്തിയൊക്കെ നേടിയതിന് ശേഷം മാത്രമുള്ളതാണ് CXCR4 കോറിസെപ്റ്റർ. സോ നമ്മുടെ ടാർഗറ്റ് അപ്പോൾ ഇതാണ് CCR5 ആണ്. CCR5 കോറിസെപ്റ്ററിൽ വന്ന് ഒട്ടിച്ചേരുന്ന ഒരു മരുന്നുണ്ട്. ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്ന മരുന്ന്, ആ മരുന്നിന്റെ പേരാണ് മാരാവിറോക് എന്നാണ് ഈ മരുന്നിന്റെ പേര്. സോ മാരാവിറോക് ഇസ് എ CCR5 ഇൻഹിബിറ്റർ ഓർ ആന്റഗോണിസ്റ്റ്. സോ കീമോകൈൻ റിസപ്റ്റർ ആണ് ഈ CCR5 എന്ന് പറയുന്നത്. അതിനെ തടയുന്ന മരുന്നാണ് മാരാവിറോക്. സോ അപ്പോൾ വൈറസിന് അകത്തേക്ക് കയറാനായിട്ട് പറ്റുന്നില്ല. സോ വൈറസിന്റെ എൻട്രി ഇൻ ടു ദ സെൽസ് തടസ്സപ്പെടുന്നത് മൂലം ഇതിനെ നമ്മൾ വിളിക്കുക എൻട്രി ഇൻഹിബിറ്റർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. മാരാവിറോക് ഇസ് ആൻ എൻട്രി ഇൻഹിബിറ്റർ ആൻഡ് ഇത് നമുക്ക് ഓറൽ ഗുളികയായിട്ട് കൊടുക്കാം. HIV 1ലും 2ലും ഫലം ഉള്ള മരുന്നാണ് മാരാവിറോക്. ആൻഡ് ഇതിന്റെ പ്രശ്നം എന്താണ്? കീമോകൈൻ റിസപ്റ്റർ ആണ് നമ്മൾ തടയുക. സോ ഇൻക്രീസ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ, പ്രധാനമായിട്ടും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് പോലെയുള്ള ഇൻഫെക്ഷൻസ്, മറ്റേറെ ഇൻഫെക്ഷൻസ് ഒക്കെ വേഗം വരാം. ആൻഡ് ഓൾസോ ദിസ് ഡ്രഗ് ഈസ് ഹാവിംഗ് ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാക്കാം. സോ ഇൻഫെക്ഷൻസ് ആണ് പ്രധാന പ്രശ്നം, ഹെപ്പറ്റോക്സിറ്റിയും കുറച്ചുണ്ടാക്കാം. സോ മാരാവിറോക് ഇസ് ആൻ എൻട്രി ഇൻഹിബിറ്റർ ആണെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞത് ഫ്യൂഷൻ ഇൻഹിബിറ്റർ ആണ്. ദെൻ ഇബാലിസുമാബ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? CD4 ബ്ലോക്കർ എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇതിനെല്ലാം കൂടി ചേർത്ത് നമുക്ക് വേണമെങ്കിൽ എൻട്രി ഇൻഹിബിറ്റർ എന്ന് പറയാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് മരുന്ന്. പരീക്ഷയ്ക്ക് നമുക്ക് ഇത്ര മതി. പക്ഷേ ഇവിടെ നമുക്ക് പുതിയ 2 മരുന്നുകൾ കൂടി വന്നിട്ടുണ്ട്. ഒരു മരുന്നിന്റെ പേര് ഫോസ്റ്റെം സാവിർ എന്നാണ്. ഫോസ്റ്റെം സാവിർ എന്ന് പറയുന്ന മരുന്ന് HIV 1ൽ ഫലമുള്ള മരുന്നാണ്. ആൻഡ് ഇത് തടയുന്നത് GP120 എന്ന പ്രോട്ടീൻ ഇവിടെ വന്നൊട്ടിച്ചേരുന്ന മരുന്നാണ് ഫോസ്റ്റെൻസാവിർ. ഫോസ്റ്റെൻസാവിർ ശരീരത്തിൽ വെച്ചിട്ട് ഫോസ് പോയി ടെൻസാവിർ ആയിട്ടാണ് വന്നിവിടെ ഒട്ടിച്ചേരുക. സോ ഇതിനെ നമ്മൾ അറ്റാച്ച്മെന്റ് ഇൻഹിബിറ്റർ എന്ന് നമുക്ക് വിളിക്കാം. സോ അറ്റാച്ച്മെന്റ് ഇൻഹിബിറ്റർ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ അറ്റാച്ച്മെന്റ് ഇൻഹിബിറ്റർ എന്നാണ് ഇതിനെ വിളിക്കുക. സോ ഇതിന് CD4ൽ ഒന്ന് ഒട്ടിച്ചേരാൻ പറ്റില്ല. സോ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ദാറ്റ് ഈസ് QT പ്രൊലോങ്ങേഷൻ ആണ്. QT പ്രൊലോങ്ങേഷൻ ഉണ്ടാകും. ഇതാണ് ഒരു മരുന്ന്. രണ്ടാമത്തെ ഒരു മരുന്ന് അത് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ, ഡിസംബറിൽ ഇറങ്ങത്തേ ഉള്ളൂ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. മരുന്ന് അപ്രൂവ്ഡ് ആണ്. ആൻഡ് അതിന്റെ പേര് ലെനാകാപാവിർ എന്ന് പറയുന്ന മരുന്നാണ്. ലെനാകാപാവിർ എന്ന് പറയുന്ന മരുന്ന് ഇഞ്ചക്ഷൻ ആണ്. ദിസ് ഇഞ്ചക്ഷൻ മരുന്നാണ്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് HIV-യിൽ ആണ് നമ്മൾ ഇതിന് കൊടുക്കുക. ഒരു മരുന്നും ഫലമില്ലാത്ത HIV-യിലാണ്. വർഷത്തിൽ 2 തവണ ട്വൈസ് ഇഞ്ചക്ഷൻ, 6 മാസത്തിൽ ഒരിക്കൽ വെറുതെ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് 2 കുത്തു കൊടുത്താൽ മതി. ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കുക ഫ്യൂഷൻ കാപ്സൈഡ് ഇൻഹിബിറ്റർ എന്നാണ്. ഫ്യൂഷൻ കാപ്സൈഡ് എന്നാണ് ഞാൻ കണ്ടത്, ഇൻഹിബിറ്റർ. ഓക്കെ, ഇതാണ് മെക്കാനിസം. കാപ്സിഡ് ഇൻഹിബിറ്റർ എന്ന് പറയും. HIV പിടിപ്പെടുന്നത് തടയുന്ന മരുന്നാണ്. ട്രയൽസിലൊക്കെ എഫിക്കസി ഉണ്ട്. ആൻഡ് സിസ് ജെൻഡേഴ്സിലാണ് ഉപയോഗം ഈ വർഷം ഇത്. സോ ദിസ് ഇസ് ലെനാകാപാവിർ. വർഷത്തിൽ 2 ഇഞ്ചക്ഷൻ സബ്ക്യൂട്ടേനിയസ്. അങ്ങനെ നമ്മുടെ WBC എന്ന് വരയ്ക്കാം. WBCയുടെ അകത്ത് ഇപ്പോൾ വൈറസ് കയറിയിരിക്കുകയാണ്. ആൻഡ് വൈറസ് അൺകോട്ട് ചെയ്തു. ഇതാണ് അതിന്റെ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. ആൻഡ് ഇതിനകത്തൊരു 3 പ്രോട്ടീൻ കൂടി ഉണ്ട് എന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി പറയാൻ പോകുന്ന എല്ലാ മരുന്നുകളെല്ലാം ഈ പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആൻഡ് അകത്ത് കിടന്ന വൈറസിന് വംശവർദ്ധന റെപ്ലിക്കേഷൻ നടത്താനായിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. സോ RNA പുറത്തെത്തിയെന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് DNA ഉണ്ടാക്കണം. ദെൻ വീണ്ടും ഫൈനൽ RNA ഉണ്ടാക്കിയെടുക്കും. സോ ഈ പ്രോട്ടീനുകളൊക്കെ അവിടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിലിടപെടുന്ന മരുന്നുകളെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് RNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വൈറസ് നമ്മുടെ റൈബോസോം ഇതാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ടായിരിക്കും അത് ഉണ്ടാക്കിയെടുക്കുക. അവിടെ തടയുന്ന മരുന്നൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് RNAയിൽ നിന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരു DNA ഉണ്ടാക്കിയെടുക്കണം അല്ലെ. RNAയിൽ നിന്ന് DNA ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ അങ്ങനെയല്ല. DNAയിൽ നിന്ന് ഒരു RNA മെസ്സഞ്ചർ RNA ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. RNAയിൽ നിന്ന് DNA ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി നമ്മൾക്കില്ല. സോ ഇത് വൈറസിന്റെ കൂടെ വരുന്ന ഒരു എൻസൈമാണ് അത് ചെയ്യുക. അത് ചെയ്യുന്നത് DNAയിൽ നിന്ന് RNA ഉണ്ടാക്കുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ RNAയിൽ നിന്ന് DNA ഉണ്ടാക്കുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആയിരിക്കും അല്ലെ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. സോ ഇത് ചെയ്യുന്ന എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈമാണ്. സോ ദീസ് ആർ RNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് DNA ആണ്. DNA ഉണ്ടാക്കിയെടുത്തിട്ട് വേണം അത് നമ്മുടെ DNAയിൽ ചേർത്തിട്ട് അതിൽ നിന്ന് വേണം പിന്നെ RNA ഉണ്ടാക്കാൻ. സോ ഇതിനെ തടയുന്ന മരുന്നുകളാണ്
മരുന്നുകളാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ്. സോ ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിനെ തടയുന്ന മരുന്നുകളാണ് നമ്മൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകൾ എന്ന് പറഞ്ഞു. ആൻഡ് ഇത് 2 തരമുണ്ട്. ഒന്ന് either it can be ന്യൂക്ലിയോസൈഡ് ഓർ ടൈഡ്. ന്യൂക്ലിയോസൈഡ് അല്ലെങ്കിൽ ടൈഡിന് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്കതിനെ NRTIs എന്ന് നമുക്ക് എഴുതാം. രണ്ടാമത്തത് cannot be അതൊരു ന്യൂക്ലിയോടൈഡോ ന്യൂക്ലിയോസൈഡോ ആവണമെന്നില്ല. അപ്പം നമുക്കതിനെ നോൺ ന്യൂക്ലിയോസൈഡ് ഓർ ടൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ്, നമുക്ക് NNRTIs എന്ന് എഴുതും. സോ 2 തരം NRTIs ആൻഡ് NNRTIs. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എയ്തർ ന്യൂക്ലിയോസൈഡ് ആകാം അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് ആകാം. സോ ദീസ് ആർ ന്യൂക്ലിയോടൈഡ് ഓർ ന്യൂക്ലിയോസൈഡ് അനലോഗ്സ് ആണ് നമ്മൾ ഈ കൊടുക്കുന്ന മരുന്നുകൾ. ഇത് അനലോഗ്സ് അല്ല. സോ ദീസ് ആർ നോട്ട് അനലോഗ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഓർ ന്യൂക്ലിയോസൈഡ്. സോ ഇത് ഒരേപോലെ സാധനം തന്നെ കൊടുക്കുമ്പോൾ there will be competition. So these are competitive inhibitors ആണെങ്കിൽ ഇത് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ അല്ലെങ്കിൽ അലോസ്റ്ററിക് ആണ് ബൈൻഡിങ് ആയിരിക്കും ചെയ്യുക. സോ ഇത് ഒറിജിനൽ ന്യൂക്ലിയോടൈഡിന് വേണ്ട സാധനങ്ങൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മളിവിടെ. ആൻഡ് മൂന്നാമത്തത് ദീസ് ആക്ട് ഓർ ബൈൻഡ് അറ്റ് ദ ആക്റ്റീവ് സൈറ്റ്. കോമ്പറ്റീറ്റീവ് ബൈൻഡേഴ്സ് എല്ലാം ആക്റ്റീവ് സൈറ്റിലായിരിക്കും ബൈൻഡ് ചെയ്യുക. അപ്പോൾ ഇത് അലോസ്റ്ററിക് ബൈൻഡിങ് ആയിരിക്കും ചെയ്യുക, ഡിഫറെൻറ്റ് സൈറ്റ് ആയിരിക്കും. ആൻഡ് ഇതിന് HIV 1 HIV 2 ഫലമുണ്ട്. HIV 1 and 2. പക്ഷെ ഇതിന് HIV 1 മാത്രമേ ഫലമുള്ളൂ, 2 ഫലം ഇല്ല. ആൻഡ് ഇതിനോട് റെസിസ്റ്റൻസ് സ്ലോ ആണ് ഉണ്ടാവുകയെങ്കിൽ ഇതിനോട് വേഗത്തിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാകും. ക്വിക്ക് ആൻഡ് റാപ്പിഡ് റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് NRTIs കുറിച്ച് ആദ്യം പറയാം. NRTIs ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് നമുക്ക് 2 തരമാകാം. either it can be ന്യൂക്ലിയോസൈഡ് ആകാം അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് ആകാം. ഇപ്പൊ ന്യൂക്ലിയോടൈഡ് ഉള്ളതുകൊണ്ട് NTRTIs എന്നും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. ഒരു മരുന്നേ ഉള്ളൂ, ഫേമസ് മരുന്നാണ്. ആ മരുന്നിന്റെ പേര് ടെനോഫോവിർ. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയിലൊക്കെ പഠിച്ച അതേ മരുന്നാണ്. ടെനോഫോവിറിന്റെ 2 സോൾട്ടുകൾ അവൈലബിൾ ആണെന്ന് നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു. ഇവിടെയും അത് തന്നെയാണ് പറയാ. ഡിസോറോക്സിൽ സോൾട്ട് ഉണ്ട് ആൻഡ് ഓൾസോ പുതിയ സോൾട്ട്, അതാണ് ഫേമസ് അലാഫെനാമൈഡ്. അലാഫെനാമൈഡിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് അലാഫെനാമൈഡ്. ടെനോഫോവിർ അലാഫെനാമൈഡ് ആണ്. പക്ഷെ ന്യൂക്ലിയോസൈഡ്സ് ആണ് നമ്മുടെ കയ്യിൽ കൂടുതൽ മരുന്ന് ഉള്ളത്. സോ ഇതിന്റെ പ്രത്യേകത, ഇത് ഒരു ഫോസ്ഫേറ്റ്, 1 അല്ല 3 ഫോസ്ഫേറ്റ് പിടിച്ചു കഴിയുമ്പോഴേ നമുക്കിത് ആക്റ്റീവ് ഡ്രഗ് ആവുകയുള്ളൂ എന്ന് നമുക്കൊന്ന് ഓർത്ത് വെക്കണം. ആൻഡ് മരുന്നുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സിഡോഫോവുഡിൻ എന്ന് പറയുന്ന മരുന്നാണ്. സോ പലതും വുഡിൻ എന്നായിരിക്കും അവസാനിക്കുക, വുഡിൻ അല്ലെങ്കിൽ AZT എന്നാണ് ഇതിന്റെ ഷോർട്ട് പേര്. ദെൻ പിന്നെ ഒരു മരുന്ന് സ്റ്റാവുഡിൻ ഉണ്ട്. സ്റ്റാ എഴുതുക, വുഡിൻ എഴുതുക. ദെൻ ഡെഡാനോസിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും പക്ഷെ അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ട അത്യാവശ്യമാണ്. ദെൻ സാൽസിറ്റാബിൻ ആണ് വേറൊരു മരുന്ന്. അബാകാവിർ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഉപയോഗത്തിൽ ഫേമസ് ഉള്ളത് ഒന്ന് ലാമിവുഡിൻ ആണ്. ഇതും നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയിൽ പഠിച്ചതാണ്. ദെൻ എംട്രിസിറ്റാബിൻ എന്ന് പറയുന്ന മരുന്ന്. അപ്പോൾ ഇതിൽ ഫേമസ് ആയിട്ടുള്ളത് ലാമിവുഡിൻ, സിഡോവുഡിൻ ഒക്കെയാണ്. ഇത് രണ്ടും ഇപ്പോൾ ഉപയോഗത്തിൽ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ടെനോഫോവിർ ആണ് ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കപ്പെടുന്ന മരുന്ന്. ആൻഡ് ഈ ഗ്രൂപ്പ് മരുന്നുകളുടെ പ്രധാനപ്പെട്ട ദോഷഫലങ്ങൾ പറഞ്ഞാൽ, ഈ മരുന്നുകൾ ഇറ്റ് ക്യാൻ കോസ് ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടാക്കാം, മൈലോ സപ്രഷൻ ഉണ്ടാക്കാം. അപ്പം അതുമൂലം അനീമിയ ഉണ്ടാക്കാം. ദെൻ ന്യൂട്രോപീനിയ ഉണ്ടാക്കാം. ആരാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് സിഡോവുഡിനാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന മരുന്ന്. അതാണ് ഒന്നാമത്തെ ടോക്സിറ്റി. രണ്ടാമത്തെ ടോക്സിറ്റി ഈസ് പെരിഫറൽ ന്യൂറോപ്പതിയാണ്. പെരിഫറൽ ന്യൂറോപ്പതി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് സ്റ്റാവുഡിനാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റാവുഡിൻ ഉപയോഗത്തിലില്ല. ലാമിവുഡിനാണ് കുറവ്. ലാമിവുഡിൻ എന്ന് പറയുന്ന മരുന്നിന് ഇത് കുറവാണ്, വളരെയധികം കുറവാണ്. അതുകൊണ്ട് അത് ഉപയോഗത്തിലുണ്ട്. ആൻഡ് ഇതുമൂലം തന്നെ ഓപ്റ്റിക് ന്യൂറൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ആൻഡ് ഓൾസോ ഡിഡനോസിനും ഇതുണ്ടാക്കാം. ഓപ്റ്റിക് ന്യൂറൈറ്റിസ് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് ഡെഡാനോസിൻ എന്ന് പറയുന്ന മരുന്ന്. മൂന്നാമത്തെ ഒരു സൈഡ് എഫക്റ്റ് പാൻക്രിയാറ്റൈറ്റിസ് ആണ്. പാൻക്രിയാറ്റൈറ്റിസ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഡിഡനോസിനാണ്. ലാമിവുഡിൻ പാൻക്രിയാറ്റൈറ്റിസ് ഇല്ല എന്ന് പറയാം. നാലാമത്തെ ഒരു പ്രശ്നം മയോപ്പതിയാണ്. മയോപ്പതി മീൻസ് മസിൽ വേദനയാണ് ഏറ്റവും കൂടുതൽ. ഇത് സിഡോവുഡിനാണ് ഇത് കൂടുതൽ. ആൻഡ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഒരുമിച്ച് പറഞ്ഞതാണ്. ഇതിന് മൈറ്റോകോൺട്രിയ, നമ്മുടെ മൈറ്റോകോൺട്രിയയിലുള്ള DNA പോളിമറൈസിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. സോ
മൈറ്റോകോൺട്രിയൽ ആക്ടിവിറ്റി കുറയുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ആൻഡ് ഇതോടൊപ്പം സ്റ്റാവിഡിൻ ക്യാൻ കോസ് സ്റ്റാവിഡിൻ എന്ന് പറയുന്ന മരുന്ന് ഇവിടെ എഴുതാം. ലിവർ ഹെപ്പാറ്റിക് ടിയറ്റോസിസ് മീൻസ് ഡയറിയ ഒക്കെ ഉണ്ടാക്കാം. ഫാറ്റ് ഒക്കെ ദഹിക്കാതെ വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. ദെൻ ലാക്റ്റിക് ആസിഡോസിസ് ഉണ്ടാക്കാം. ദെൻ ലിപ്പോഡിസ്ട്രോഫി നമുക്ക് ഉണ്ടാക്കാം. വേറെ ഗ്രൂപ്പ് മരുന്നുകളെ കുറിച്ച് ഇത് പറയാൻ നമുക്കുണ്ട്. സോ സ്റ്റാവിഡിൻ ഡെഡ്നോസിനൊക്കെ ഉപയോഗമില്ല. ഇനി നമ്മൾ ഓരോ മരുന്നിന്റെയും ഇൻഡിവിജ്വൽ സൈഡ് എഫക്ട് നോക്കിക്കഴിഞ്ഞാൽ സിഡോവുഡിൻ എന്ന് പറയുന്ന മരുന്ന് സിഡോവുഡിൻ ആണ്, സിഡോഫോവുഡിൻ ഞാൻ അവിടെ പറഞ്ഞ പോലെ ഓർക്കുന്നു. ആൻഡ് ദിസ് ക്യാൻ കോസ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഓഫ് സ്കിൻ ഉണ്ടാക്കാം. ആൻഡ് ഗാൻസൈക്ലോവിറിനൊപ്പം ദി സിഡോവുഡിൻ കൊടുത്തു കഴിഞ്ഞാൽ സിഡോവുഡിൻ കൊടുക്കാൻ കാരണം എയ്ഡ്സിൽ നമുക്കറിയാം CMV എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകും. സോ അപ്പോഴത്തേക്കും ബോൺ മാരോ സപ്രഷൻ കൂടുതലാകും. ഇതിന് ബോൺ മാരോ സപ്രഷൻ കൂടുതലാണ് നമ്മൾ പറഞ്ഞത്. ദെൻ സാൽസിറ്റാബിൻ ഏറ്റവും കൂടുതൽ ഓറൽ അൾസർ ഉണ്ടാക്കുന്ന മരുന്നാണ്. അബക്കാവിറിനൊരു പ്രത്യേകത ഉണ്ട്. അബക്കാവിർ അതിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാവുന്ന മരുന്നാണ്. ഓക്കെ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാനുള്ളത് കാരണം എന്ന് പറയുന്നത് ചില ജനറ്റിക് പ്രശ്നമാണ്. ആൻഡ് ചില ആളുകളിൽ HLA-B5701 ആൻഡ് ഇതില്ലായിരിക്കും. സോ ഇതിന്റെ ടെസ്റ്റിംഗ് നടത്തിയിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അബക്കാവിർ മൂലമുള്ള വെരി സീരിയസ് ആയിട്ടുള്ള ഫാറ്റൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ടെനോഫോവിർ നമ്മുടെ പ്രധാനപ്പെട്ട മരുന്നിന്റെ അഡ്വേഴ്സ് എഫക്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഹെപ്പറ്റൈറ്റിസ് ബിയിൽ പറഞ്ഞതാണ്. അലാഫിനൈഡ് ആണ് അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ കുറയ്ക്കാൻ നമ്മൾ കൊടുക്കുന്നത്. എങ്കിലും ദിസ് ക്യാൻ കോസ് റീനൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. നെഫ്രോടോക്സിറ്റി ഉണ്ടാക്കാം. ദെൻ ഫാങ്കോണി സിൻഡ്രോം ഉണ്ടാക്കാം. റീനൽ ട്യൂബുലാർ അസിഡോസിസ് ടൈപ്പ് 1 ആണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതിന്റെ വേറെ പ്രശ്നം PCT, പ്രോക്സിമൽ കൺവല്യൂട്ടീവ് ട്യൂബിൽ നിന്ന് ഫോസ്ഫേറ്റിന്റെ റീഅബ്സോർഷൻ കുറയ്ക്കുന്നു. അപ്പോൾ ബ്ലഡിൽ ഹൈപ്പോഫോസ്ഫറ്റീമിയ ഉണ്ടാകും. ഹൈപ്പോഫോസ്ഫറ്റീമിയ ഉണ്ടാകുമ്പോഴത്തേക്കും ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം. സോ ഡിക്രീസ്ഡ് ബോൺ മിനറൽ ഡെൻസിറ്റി ആണ് ടെനോഫോവിറിന്റെ ഒരു പ്രശ്നം. റീനൽ ഫെയിലിയർ ഉണ്ടെങ്കിൽ അപ്പോൾ ടെനോഫോവിർ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് കൊടുക്കാവുന്ന അവിടെ സിഡോവുഡിൻ നമുക്ക് കൊടുക്കാം. ഓർ വി ക്യാൻ ഗിവ് അബക്കാവിർ നമുക്ക് കൊടുക്കാം. ഇനി അബക്കാവിറിന്റെ ഒരു പ്രശ്നം HIV 1 മാത്രമേ ഫലമുള്ളൂ. ബാക്കി എല്ലാത്തിനും HIV 2 ഫലമുണ്ട്. പക്ഷെ ഇതിന് 1 മാത്രമേ ഫലമുള്ളൂ. സോ അപ്പോൾ ഉപയോഗം HIV ഇൻ അഡൽട്സ് ആൻഡ് ചിൽഡ്രനിൽ നമുക്ക് കൊടുക്കാം. പോസ്റ്റ് എക്സ്പോഷർ അപ്പോൾ HIV നമുക്ക് കൊടുക്കാം. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സ് എന്ന് വെച്ചാൽ സിറിഞ്ചൊക്കെ അറിയാതെ കൊണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലാണ്. അല്ലെങ്കിൽ HIV ഉള്ള ആളുമായിട്ട് നമ്മൾ ബന്ധപ്പെടും അറിയാതെ, HIV ഉണ്ടെന്ന് അറിയാതെ, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്. അപ്പോൾ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് നമ്മൾ കൊടുക്കുക. പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിന് വേണ്ടി സിഡോവുഡിൻ ആണ് ചില സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുക. ഇന്ത്യയിൽ ഇത് കൊടുക്കുന്നത് നെവിറാപിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഇത്. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ടെനോഫോവിർ എന്ന് പറയുന്ന മരുന്നാണ് HIV ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. ആൻഡ് ഒരേ ടോക്സിറ്റി ഉള്ള 2 മരുന്നുകൾ നമ്മൾ കമ്പൈൻ ചെയ്യാൻ പാടില്ല. ഈ NRTA നമ്മൾ കമ്പൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. യു ഷുഡ് നോട്ട് കമ്പൈൻ. ഒരേ ടോക്സിറ്റി ഉള്ള 2 മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഒരെണ്ണത്തോട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ക്രോസ് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ ലാമിവിഡിൻ, എൻട്രിസിറ്റാബിൻ ക്രോസ് റെസിസ്റ്റൻസ് ഉണ്ടാകും. സിഡോവുഡിൻ, സ്റ്റാവിഡിൻ ക്രോസ് റെസിസ്റ്റൻസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. രണ്ടാമത്തെ ഗ്രൂപ്പ് മരുന്ന് NNRTI ആണ്. ഇത് നമ്മൾ പറഞ്ഞു HIV 2 ഫലം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. HIV 1 മാത്രമേ ഫലമുള്ളൂ. എല്ലാ മരുന്നിന്റെയും കൂടെ പേരിൽ ഒരു വിർ കണ്ടേക്കും. ദെൻ പിന്നെ ചാൻസ് ഉള്ളതാണ് INE എന്നുള്ളൊരു വാക്ക്. കൃത്യമായിട്ട് എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് നെവിറാപിനിലുണ്ട്. നെവിറാപിൻ എന്ന് പറയുന്ന മരുന്ന് ഇതാണ് ഏറ്റവും ഫേമസ്. ദെൻ പിന്നെ ഉള്ളത് ഇട്രാവിറിൻ എന്നാണ് ഒരു മരുന്നിന്റെ പേര്. ദെൻ പുതിയൊരു മരുന്ന് റിൽപിവിറിൻ. ഏറ്റവും ലേറ്റസ്റ്റ് മരുന്ന് എനിക്ക് തോന്നുന്നു ഇതാണ് ഡോറാവിറിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ പഴയ മരുന്നാണ് എഫാവിറൻസ് ഓർ എഫാവൈറൻസ് എന്ന് പറയുന്ന മരുന്ന്. ഇത്രയാണ് മരുന്നുകൾ. ഇവയുടെ ഏറ്റവും വലിയ പ്രശ്നം റാഷസ് ആണ്. ഇതുണ്ടാക്കുക റാഷസ് മീൻസ് സ്കിൻ പ്രശ്നമാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോമോ, ടോക്സിക് എപ്പിഡെർമൽ നെക്രോസോ അങ്ങനെയൊക്കെയുള്ള ഡേഞ്ചറസ് ആകാം ചാൻസ് ഉള്ളതാണ്. ആൻഡ് നെവിറാപ്പിന്റെ പ്രശ്നം ഹെപ്പാറ്റോടോക്സിസിറ്റി ആണ്. നെവിറാപ്പിൻ ഇപ്പോൾ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പടരാതിരിക്കാൻ നമ്മൾ കൊടുക്കുന്ന മരുന്നാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ദിസ് എഫാവിറൻസ് ദീർഘനാളായിട്ടുള്ള മരുന്നാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം CNS പ്രശ്നങ്ങളാണ്. സൈക്കോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഇൻസോമിനിയ ഉറക്കക്കുറവ് ഉണ്ടാക്കാം, ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ദെൻ എഫാവിറൻസ് ടെറാറ്റോജനിക് മരുന്നായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അത് പറയുന്നു ടെറാറ്റോജനിസിറ്റി ഇതിന് ഇല്ല എന്നാണ് ഇപ്പോൾ ഉള്ള കണ്ടുപിടുത്തം. പക്ഷേ ബുക്കുകളിലൊക്കെ ഉള്ളത് ഉണ്ട് എന്നാണ്. തൽക്കാലം നമുക്ക് അങ്ങനെ അങ്ങ് പോകാം. ദെൻ എട്രാവിറിൻ ആൻഡ് ദിസ് വൺ റിൽപിവിറിൻ എന്ന് പറയുന്ന മരുന്ന്. സോ ഇതിന് നമുക്ക് സെക്കൻഡ് ജെൻ NNRTA ആയിട്ട് കണക്കാക്കാം. കാരണം ഇതിനോടൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇതിനോട് ആക്റ്റീവാണ്. ആൻഡ് ഇതിന്റെ പ്രശ്നം QT പ്രൊലോങ്ങേഷൻ ഉണ്ടാക്കാം.
അരിത്മിയ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആൻഡ് ഇതിൽ ദിസ് വൺ റിൽപിവിറിൻ എന്ന് പറയുന്ന മരുന്ന് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററിന്റെ ഒപ്പം ഗുളികയായിട്ട് കൊടുക്കുമ്പോൾ കൊടുക്കാൻ പാടില്ല. കാരണം ആസിഡിറ്റി കുറയുമ്പോൾ അബ്സോർപ്ഷൻ വളരെയധികം കുറയും, എഫക്റ്റ് ഇല്ലാതെയാകുകയും ചെയ്യും. സോ ഒമിപ്രസോൾ പോലെയുള്ള മരുന്നുകൾ കൊടുക്കാൻ പാടില്ല എന്ന് ഓർക്കുക. ആൻഡ് റിൽപിവിറിനെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതിന്റെ കൂടെ പുതിയൊരു മരുന്ന് അടുത്ത ഗ്രൂപ്പിന് പറയാൻ പോകുന്ന ഗ്രൂപ്പിൽപ്പെട്ട ഇന്റഗ്രേസ് ഇൻഹിബിറ്റർ ആയിട്ടുള്ള കബോട്ടിഗ്രാവിറും കൂടി ചേർന്നിട്ട് 2 മാസത്തിൽ ഒരിക്കൽ മാത്രം കൊടുക്കുന്ന ഇഞ്ചക്ഷൻ, വൺസ് ഇഞ്ചക്ഷൻ ഇൻ 2 months ആയിട്ട് കൊടുക്കുന്ന HIV ഒന്നിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നാണ്. ലേറ്റസ്റ്റ് അതിന്റെ പേര് കാബനുവ എന്ന ഒരു ട്രേഡ് നെയിമിൽ കിട്ടുന്ന മരുന്നാണ്. സോ ദാറ്റ്സ് അബൌട്ട് റിൽപിവിറിൻ. വൈറസ് അതിന്റെ DNA ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് കരുതുകയാണെങ്കിൽ ഇനി ഈ വൈറസിന്റെ DNA എന്ത് ചെയ്യണം? നമ്മുടെ സെല്ലിനകത്തുള്ള DNAയിലായിട്ട് കൂടി ചേർക്കണം. നമ്മുടെ DNA ആണെങ്കിൽ ഇവിടെ ഫ്യൂസ് ചെയ്ത് ഒട്ടിച്ചേർക്കണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ട എൻസൈമാണ് ഇന്റഗ്രേസ് എന്ന് പറഞ്ഞ എൻസൈമായിട്ടാണ് വൈറസ് ഇവിടെ എത്തുക, കൂട്ടിച്ചേർക്കുക. സോ ഇന്റഗ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് ഇനിയുള്ള മരുന്ന്. അല്ലെങ്കിൽ വൈറസിന്റെ സ്ട്രാൻഡ്, DNA സ്ട്രാൻഡ് എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കുന്നതിനെ സ്ട്രാൻഡ് ട്രാൻസ്ഫർ എന്നും പറയും. സോ ട്രാൻസ്ഫർ ഇൻഹിബിറ്റേഴ്സ് ഗ്രൂപ്പ് ഓർ ഇന്റഗ്രേസ് ആണ് ഫേമസ്. ഇന്റഗ്രേസ് ഇൻഹിബിറ്റർ മരുന്നുകളാണ് അടുത്ത ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ. HIV 1-ലും HIV 2-ലും ഫലമുണ്ട്. മരുന്നുകളുടെ പേര് ഓർക്കാനായിട്ട് എല്ലാത്തിന്റെയും കൂടെ ഗ്രാവിർ എന്ന് ഓർത്താം. ഗ്രാവിർസ് ആണ്. 2 ഗ്രാവിറെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. റാൽറ്റി ഗ്രാവിർ ആണ് ഒരെണ്ണം. എൽവിറ്റേ ഗ്രാവിർ ആണ് അടുത്തത്. ഇനി ഓർക്കണമെങ്കിൽ ഡോലൂട്ടി ഗ്രാവിർ ഓർക്കാം. പുതിയ മരുന്നുകൾ കാബോട്ടി, ഇപ്പൊ നമ്മൾ പറഞ്ഞു കാബോട്ടി ഗ്രാവിർ പറഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ബിറ്റാഗ്രാവിർ ആണ്. ആൻഡ് ഇവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റാഷസ് ആണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ആൻഡ് ഈ മരുന്നുകളെല്ലാം തന്നെ ദീസ് ക്യാൻ അണ്ടർഗോ CYP3A4 വഴി നശിക്കുന്ന മരുന്നാണ്. എസ്പെഷ്യലി നമുക്ക് തൽക്കാലം എൽവിറ്റാഗ്രാവിറിനെ പറ്റി പറയാം. സോ എൽവിറ്റാഗ്രാവിർ അങ്ങനെ നശിച്ചു പോകുന്നു. ഇപ്പോൾ മെറ്റബോളിസം വഴി നശിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മെറ്റബോളിസം ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എമൗണ്ട് ശരീരത്തിൽ വർദ്ധിപ്പിക്കാം. സോ അതിനു വേണ്ടി ചേർക്കുന്ന ഒരു മരുന്നുണ്ട്. ആ മരുന്നിന്റെ പേര് കോബിസിസ്റ്റാറ്റ് എന്നാണ്. കോബിസിസ്റ്റാറ്റ് ഈസ് നോട്ട് ആൻ ആന്റി-HIV മരുന്നല്ല. എൽവിറ്റിഗ്രാവിർ പോലെയുള്ള മരുന്നുകളുടെ കൂടെ ചേർത്ത് കഴിയുമ്പോൾ CYP3A4 ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്നാണ്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുക ഡീഗ്രഡേഷൻ ഇൻഹിബിറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ മരുന്നിന്റെ എഫിഷ്യൻസി വർദ്ധിക്കും. മറ്റു ചില മരുന്നുകൾ ഇനി പറയാൻ പോകുന്ന ഡാരുനാവിർ, അറ്റാസനാവിർ അവയൊക്കെ ചേർക്കുന്ന ഒരു ബയോ എൻഹാൻസർ ആണ് ഈ മരുന്ന്, അല്ലെങ്കിൽ ബൂസ്റ്റർ മരുന്നാണ് ഇതൊക്കെ. സോ കോബിസിസ്റ്റാറ്റ് കൂടി ചേർത്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ഇതിനൊപ്പം മാത്രമല്ല പ്രോട്ടീസ് ഇൻഹിബിറ്ററിന്റെയും കൂടെ അത് ചേർക്കാറുണ്ട്. ദെൻ റാൽറ്റിഗ്രാവിർ ഞാൻ പറഞ്ഞു. റാൽറ്റിഗ്രാവിറിനെ കുറിച്ച് ഓർത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന മരുന്ന്. അതിന്റെ ഒരു പ്രശ്നം റാബ്ഡോമയോലൈസിസ് ഉണ്ടാക്കാം, മയോപ്പതി ഉണ്ടാക്കാം, യൂറിനിലെ മയോഗ്ലോബിനൊക്കെ വരാം. ദെൻ ഓൾസോ ഇറ്റ് ക്യാൻ ഇൻക്രീസ് സിറം ക്രിയാറ്റിനിൻ ലെവൽ വർദ്ധിപ്പിക്കാം. ആൻഡ് ദിസ് കബോട്ടിഗ്രാവിർ നമ്മൾ പറഞ്ഞു, ബാക്കിയെല്ലാം ഓറലാണെങ്കിൽ കബോട്ടി ഈസ് ഗിവൺ ആസ് ഇഞ്ചക്ഷൻ ആണെന്ന് നമ്മൾ നേരത്തെ ജസ്റ്റ് മറ്റേ ഗ്രൂപ്പിൽ നമ്മൾ കണ്ടത്. 2 മാസത്തിലൊരിക്കൽ കൊടുത്താൽ മതി. ബിറ്റിഗ്രാവിർ ആണ്, ഇ ആയിരിക്കും മിക്കവാറും, എല്ലാം ഇയിലാണ് അവസാനിക്കുന്നത്. അതായിരിക്കും ലേറ്റസ്റ്റ് മരുന്ന്. HIVയിലെ ലാസ്റ്റ് ഗ്രൂപ്പ് മരുന്നുകളാണ് ഇനി നമ്മൾ പറയാ. ദീസ് ആർ പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ്. പ്രോട്ടിയേസ് പ്രോട്ടീനെ കണ്ടിക്കുന്നത് ആരോ അതാണ് പ്രോട്ടിയേസസ്. അതിനെ തടയുന്ന മരുന്ന്. HIV പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് വലിയൊരു പ്രോട്ടീൻ ആയിരിക്കും, പോളി പ്രോട്ടീൻ ആണ്, അല്ലെങ്കിൽ ഒറ്റ ഒരു പ്രോട്ടീൻ ആണ്. ഇതിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രോട്ടിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈം തന്നെ വേണമെങ്കിൽ അതിനൊന്ന് കട്ട് ചെയ്യണം. ദെൻ ഇവിടെ നമുക്ക് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് വേണം അല്ലെ. ഇങ്ങനെയുള്ള ഓരോന്നും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കട്ട് ചെയ്യണം. എന്നാലാണ് പുതിയ വൈറസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ വൈറസിന്റെ ക്യാപ്സിറ്റിനകത്തേക്ക് 3 സംഭവങ്ങൾ വെച്ച് കൊടുക്കണമെങ്കിൽ ഒറിജിനൽ സാധനം കിട്ടും. വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം കളയുന്നതിന് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ എന്നായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. സോ ഇപ്പോൾ ഉദാഹരണം പ്രോ ഇൻസുലിൻ, നമ്മുടെ അത് നമ്മൾ ഇൻസുലിൻ ആക്കുന്നത് പോലെ അത് സെയിം പരിപാടിയാണ്. സോ ഈ വൈറൽ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ടുള്ള എൻസൈമാണ് സോ ഇതിനെ തടയുന്ന മരുന്നുകളാണ് അപ്പോൾ പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. എല്ലാം തന്നെ നാവിർസ് ആണ്. ഓർത്തിരിക്കുക, നാവിർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ദീസ് ആർ നത്തിങ് ബട്ട് പ്രോട്ടിയേസസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ആൻഡ് ഇത് തടഞ്ഞു കഴിയുമ്പോഴത്തേക്കും
വരികയും വൈറസിനകത്ത് ഓരോ പ്രോട്ടീസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഓരോ എൻസൈംസും കൊടുക്കാനായിട്ട് പറ്റാതെ വരികയും ഇതിന്റെ ഇൻഫെക്ടിവിറ്റി മൊത്തം കുറയുകയും ചെയ്യും. HIV ഒന്നിലും ഫലമുണ്ട്, 2ലും ഫലമുള്ള ഓറൽ മരുന്നുകളാണ് ഇതിൽ അധികവും. നാവിർസ് ആൻഡ് ഏറ്റവും ഫേമസ് നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളത് റിറ്റോ ആണ്. റിറ്റോനാവിർ കേട്ടിട്ടുണ്ടാവും. വെച്ചിട്ട് നമുക്ക് 2 ഉണ്ട്. ഒന്ന് അറ്റാസനാവിർ ആണ് ഒരെണ്ണം, പിന്നെ ഉള്ളത് ആംപ്രിനാവിർ ആണ്. ആംപ്രിനാവിർ ഇതിന്റെ തന്നെ ഒരു ഫോസ് വെറൈറ്റി ഉണ്ട്, ഫോസ് ആംപ്രിനാവിർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. വെച്ചിട്ട് ഡാരുനാവിർ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ പിന്നെ ഉള്ളത് ഇൻറ്റിനാവിർ ആണ്. ഇൻറ്റിനാവിർ. ലോപ്പി ഉണ്ട്. ദെൻ നെൽഫിനാവിർ ഫേമസ് മരുന്നാണ്, നെൽഫിനാവിർ എന്ന് പറയുന്നത്. ദെൻ സാക്യു ഉണ്ട്, സാക്യു എന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ടിപ്രാനാവിർ എന്ന് പറയുന്ന മരുന്നുണ്ട്. ആൻഡ് ഈ മരുന്നുകളുടെ എല്ലാം അഡ്വേഴ്സ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മെറ്റബോളിക് അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. മെറ്റബോളിക് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. ഒന്ന് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടലാണ്, 2 ഹൈപ്പർ ലിപ്പിഡ് ലെവൽ വർദ്ധിക്കുക. സോ ഹൈപ്പർ ഗ്ലൈസീമിയ ആൻഡ് ഇൻക്രീസ് ഡിസ്ലിപ്പിഡീമിയ പോലെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. ഗ്ലൈസീമിയ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടറിനെ തടയും. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 4 തടയുന്നതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാക്കുക. ഡിസ്ലിപ്പിഡീമിയ ഉണ്ടാകാനുള്ള കാരണം ഇൻക്രീസ്ഡ് ട്രൈഗ്ലിസറൈഡ്സ് ആൻഡ് ഓൾസോ ഇൻക്രീസ്ഡ് കൊളസ്ട്രോൾ. വെയിറ്റ് ഗെയിൻ ഒക്കെ കൂടും. മിക്കവാറും എയ്ഡ്സ് മരുന്നുകളൊക്കെ കൂട്ടുന്നുണ്ട്. ആൻഡ് ലിപ്പിഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് ലിപ്പോഡിസ്ട്രോഫി എന്ന് പറയുന്ന പ്രശ്നം. നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വയറ്റിൽ ഫാറ്റ് കൂടുതലാണ്. ഇവിടെ വയറ്റിലാണ് ഫാറ്റ് കൂടുതൽ. അബ്ഡോമിനൽ ഒബിസിറ്റി ഉണ്ടാകും. കാലുകളൊക്കെ ശോഷിച്ചു വരികയും ചെയ്യും. വേസ്റ്റിംഗ് ഓഫ് ലിംസ് എന്ന് പറയും. ആൻഡ് മെറ്റബോളിക് സൈഡ് എഫക്ട് ഏറ്റവും കുറവ് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റാസനാവിറിനാണ്. ഈ മെറ്റബോളിക് സൈഡ് എഫക്ട് ഏറ്റവും കുറവ് ഉള്ള മരുന്ന്. ഫോസാംപ്രിനാവിറിനും അപ്പോൾ കുറച്ചായിരിക്കും. ആൻഡ് ദിസ് ഇൻറ്റിനാവിർ എന്ന് പറയുന്ന മരുന്ന് ദിസ് ക്യാൻ കോസ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം നെഫ്രോലിത്യാസ് ആണ്. നെഫ്രോ മീൻസ് കിഡ്നിയാണ്, ലിത്തിയ മീൻസ് കല്ലാണ്. കിഡ്നിയിൽ കല്ലുണ്ടാകുന്നു, റീനൽ സ്റ്റോൺസ് ഉണ്ടാകുന്നു, ദെൻ നെഫ്രോപ്പതി ഉണ്ടാകുന്നു. ആൻഡ് ദിസ് ഡ്രഗ് ഈസ് നോട്ട് നൗ യൂസ്, ഉപയോഗിക്കുന്നില്ല. ആൻഡ് റിറ്റോനാവിർ ഫേമസ് മരുന്നിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പെരി ഓറൽ പാരാസ്തീഷ്യയാണ്. വായന ചുറ്റുമുള്ള വേദന അറിയാത്ത പെരി ഓറൽ പാരാസ്തീഷ്യ എന്ന പ്രശ്നം ഉണ്ടാക്കും. സാക്വിനാവിറിന്റെ ആണ് ഓർക്കാൻ പറഞ്ഞത്, ക്യൂറ്റി പ്രൊലോങ്ങേഷൻ ഉണ്ടാക്കും എന്നതുകൊണ്ടാണ്. ടിപ്രാനാവിറിന്റെ പ്രശ്നം ഹെപ്പാറ്റോടോക്സിസിറ്റി ആണ്. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ കോസ് ഇൻട്രാ ക്രീനിയൽ ഹെമറേജ് ഉണ്ടാക്കാം. എല്ലാ മരുന്നും നമുക്ക് എഴുതാവുന്നത് ഗ്യാസ്ട്രിക് സൈഡ് എഫക്ട് നമുക്ക് എഴുതാം, നൗസിയ, വോമിറ്റിംഗ്, ഡയേറിയ ധൈര്യമായിട്ട് എഴുതാം, അസീനിയ നമുക്ക് എഴുതാം, ഹെഡേക്ക് നമുക്ക് എഴുതാം. ആൻഡ് അറ്റാസനാവിറിന്റെ മാത്രം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈപ്പർ ബിലിറൂബിനീമിയ ആണ്. ബിലിറൂബിനീമിയ എന്ന് പറയുന്ന പ്രശ്നം അത് ഇൻറ്റനാവിറിന് ഉണ്ടാക്കാം. പക്ഷേ ഇൻറ്റനാവിർ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ആൻഡ് ഇതിൽ റിറ്റോനാവിർ നമ്മൾ ഫേമസ് ആണെന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. റിറ്റോനാവിർ ഇസ് എ CYP3A4 ഇൻഹിബിറ്റർ ആണ്. ഇൻഹിബിറ്റർ ഓഫ് CYP3A4 ആണ്. ആൻഡ് ഇതിലെ മറ്റു മരുന്നുകളൊക്കെ പക്ഷേ CYP3A4 വഴി നശിച്ചു പോകുന്ന മരുന്നുകളാണ് അല്ലെ, അതുവഴി നശിപ്പിക്കുന്ന മരുന്ന്. ഇപ്പൊ ലോപിനാവിർ ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ദെൻ ഇൻറ്റിനാവിർ, സാക്കനാവിർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒപ്പം നമ്മൾ കുറച്ച് റിറ്റോനാവിർ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ CYP3A4 തടയാം. അപ്പോൾ ഇതിന്റെ ആക്ഷൻ കൂടുതൽ കിട്ടും. നമ്മൾ നേരെ കോബിസിസ്റ്റാറ്റ് കൊടുത്ത അതേ മെക്കാനിസം തന്നെ. സോ ഇറ്റ്സ് എ ബയോ ബൂസ്റ്റർ ആണ്. സോ റിറ്റോനാവിർ നമ്മൾ മരുന്നായിട്ടും ബയോ ബൂസ്റ്ററായിട്ടും കൂടി ചേർക്കാം. ഒരേ സമയം നമുക്ക് ഉപയോഗിക്കാം. ഫാർമക്കോകൈനറ്റിക് എൻഹാൻസർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നെൽഫിനാവിറിനൊപ്പം വേണോ എന്ന് ചോദിച്ചാൽ നെൽഫിനാവിറിനൊപ്പം ഇത് ചേർക്കേണ്ട ആവശ്യം ഇല്ല. ആൻഡ് ഇനി നമുക്ക് പറയാനുള്ളത് ലാസ്റ്റ് HIV-ലെ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് കോമ്പിനേഷനിൽ ഒന്ന് ടെൽ ആണ്. T സ്റ്റാൻഡ്സ് ഫോർ ടെനോഫോവിർ ആണ്. ദെൻ E സ്റ്റാൻഡ് ഫോർ എഫാവിറൻസ് ആണ്. പക്ഷേ ഇപ്പോൾ എഫാവിറൻസിന് പകരം ഡോലൂട്ടാഗ്രാവിർ ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. ദെൻ ലാമിവുഡിൻ ആണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് ടെനോഫോവിറിന്റെ ഒപ്പം എംട്രിസിറ്റാബിൻ എന്ന മരുന്നും ദെൻ എൽവിറ്റാഗ്രാവിർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ കോബിസിസ്റ്റാറ്റ് കൂടി കൊടുക്കാറ്. സോ ദിസ് ഇസ് പുതിയ ഉപയോഗങ്ങളാണ്. ആൻഡ് ഫൈനലി നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. HIV-യിലുള്ള ആൾക്കാർക്ക് HIV-യിൽ ഡയേറിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൊടുക്കുക ഒക്ട്രിയോടൈഡ് എന്ന് പറയുന്ന സൊമാറ്റോസ്റ്റാറ്റിൻ അനലോഗാണ് നമ്മൾ സാധാരണ അവർ കൊടുക്കുക. ഇപ്പോൾ ഒരു പുതിയ മരുന്നുണ്ട് CFTR ട്രാൻസ്പോർട്ടർ മരുന്നായിട്ടുള്ളത് ക്രോഫെലമർ എന്ന് പറയുന്ന ഒരു മരുന്ന്.
ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വയറിളക്കത്തിന് നമുക്ക് കൊടുക്കാം, HIV-യിലുള്ള വയറിളക്കം. ദെൻ HIV ഇൻഡ്യൂസ്ഡ് ലിപ്പോഡിസ്ട്രോഫി ഉണ്ടാക്കുന്നു നമ്മൾ പറഞ്ഞു. ഈ ലിപ്പോഡിസ്ട്രോഫി തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ അതിനൊരു മരുന്നുണ്ട്. ആ മരുന്നിന്റെ പേര് ടെസാമോറെലിൻ എന്നാണ്. റിലിൻസ് നമ്മൾ എവിടെ കേട്ടത്? ഗ്രോത്ത് ഹോർമോണും അല്ലെങ്കിൽ GnRH ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സൂചിച്ച് GHRH മരുന്നാണ്, ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഫാക്ടർ ആണ് ടെസാമോറിലിൻ എന്ന് പറയുന്ന റിലിൻസ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആന്റി റിട്രോവിറൽ, ആന്റി HIV മരുന്നുകളെ കുറിച്ച് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.